ഹലോ 2024 യാത്ര പറഞ്ഞിട്ട് നമ്മൾ 2025 കിടക്കല്ലേ. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമുക്കൊരു പുതിയ കലണ്ടറും കൂടെ ഉണ്ടാക്കണ്ടേ. ദേ കണ്ണടച്ച് തുറക്കും മുന്നേ നമ്മുടെ 2024 കടന്നു പോയിട്ടോ. അപ്പോൾ ഇത്ര പെട്ടെന്നാണല്ലേ ഈ 2024 പോയത്. അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമ്മുടെ ഡെസ്ക് കലണ്ടർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടേ ഞാൻ എടുത്തിട്ടുള്ളത് A4 ആണ്. A4നേക്കാളും നല്ലത് നമുക്ക് ഐവറി ഷീറ്റ് എടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഡെസ്ക് കലണ്ടർ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വാച്ച് ചെയ്താൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ A4 നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ 11 സെൻറ്റിമീറ്റർ, 14 സെൻറ്റിമീറ്റർ, 17 സെൻറ്റിമീറ്റർ, പിന്നെ 28 സെൻറ്റിമീറ്ററും ഈ ഒരു അളവിലായിട്ടാണ് കേട്ടോ ഈ വര വരച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് A4നേക്കാളും നല്ലത് നമുക്ക് ഐവറി ഷീറ്റ് എടുക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് കാർഡ് സ്റ്റോക്ക് എടുക്കാം കേട്ടോ. അതൊക്കെ ആകുമ്പോൾ നമുക്ക് A4നേക്കാളും നല്ല സ്റ്റഡി ആയിട്ട് ഇട്ടു കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ സ്റ്റാൻഡാണ് കേട്ടോ. കലണ്ടർ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. ഡെസ്കിലൊക്കെ ഇതുപോലെ വെക്കാൻ പറ്റും. ഈ താഴെ പോർഷനും കൂടെ ഇങ്ങനെ ചെയ്തെടുത്ത് നമുക്ക് ഡെസ്കിൽ ഇങ്ങനെ വെക്കാം കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോട്ട്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് ബോക്സും കൂടെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. A4 തന്നെയാണ് എടുത്തിട്ടുള്ളത്. 13 സെൻറ്റിമീറ്റർ ലെങ്ത്തും 7 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്നതാണ്. അങ്ങനെ ഇതിൽ ഇൻറ്റു മാർക്ക് ഇട്ട ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇതിൽ എൻഡ് പോർഷനിൽ വരുന്ന കോളം ഉണ്ടല്ലോ, അത് 1 സെൻറ്റിമീറ്ററും അതിൻ്റെ ഉള്ളിലുള്ളത് 1.5 സെൻറ്റിമീറ്ററും ആണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇതും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കലണ്ടർ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷീറ്റിൽ സാധാ A4 സാധാ നോർമൽ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാട്ടർ കളർ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വരച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലിപ്പോൾ ജസ്റ്റ് ഇതിനെ കളർ ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്തെടുത്തതാണിത്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കലണ്ടർ ഉണ്ടല്ലോ, അതിനും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ വെച്ചിട്ട് നന്നാക്കിയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ കലണ്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റിക്കി നോട്ട്സ് പോലെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജനുവരി കഴിഞ്ഞെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പറിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷനിലായിട്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ബോക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. മെയിനായിട്ടും നമ്മൾ ഈ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയത് നോട്ട്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ.